കൊച്ചി ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട സംവിധായകർ പിടിയിലതുമായി ബന്ധപ്പെട്ടുള്ളതാണത്. ഈ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും ഇന്ന് പിടികൂടിയതിനു ശേഷം ഇപ്പോൾ പോലീസ് മാധ്യമങ്ങളെ കാണിക്കുകയാണ് തത്സമയം. അതെ അതെ, പിന്നെ ഉറപ്പായിട്ട് അയാളെ നോട്ടീസ് അയച്ചു. കാരണം വെച്ചാൽ നമ്മൾ ഈ NDPS ആക്ട് പ്രകാരം കേസ് എടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ റൂമിൽ നിന്നാണ്. ശരിക്കും അങ്ങനെ ഒരു താവളം ഇതുപോലെ ഉപയോഗിക്കാനായിട്ടൊരു താവളം കൊടുക്കുന്നവരെ NDPS ആക്ട് പ്രകാരം കുറ്റകരമാണ്. അല്ല, അത് നോട്ടീസ് അയച്ച ശേഷം അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച ശേഷം നമ്മളതിന് തുടർന്ന് നോട്ടീസ് ചെയ്തിരിക്കും. പിന്നെന്താ, എല്ലാം ഫാസ്റ്റായിട്ട് തന്നെ നടക്കും. മുൻപ് ഞങ്ങൾ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് സാറിന് മൊത്തത്തിലൊരു പരിശോധന നടക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതെന്ന് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഈ 21 മുതൽ 13 വരെ ഞങ്ങൾ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് സെക്കൻഡ് ഫേസ് എന്നുമുള്ളൊരു ഒരു വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചെക്കിങ്ങിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. ഒരു സംഘമായിട്ടുണ്ടാകുന്ന ചാൻസ് കുറവായിരിക്കും. കാരണം അങ്ങനെ സംഘമായിട്ടുണ്ടെങ്കിൽ ആ ഒരൊറ്റ സംഘത്തെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തം നിന്ന് പോകില്ലേ. അതിനുള്ള സാധ്യത എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ പലരും പല ആൾക്കാരായിട്ടായിരിക്കും ഡീൽ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഒരു സംഘമാണെങ്കിൽ അത് ആ സംഘത്തെ മാത്രം എടുത്തു കഴിയുമ്പോൾ പിന്നെ ഇത് മൊത്തം കാലിക്കറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ അതൊരു സംഘമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്താ കേട്ടില്ല? സിനിമ സെറ്റുകളിൽ ലഹരി പേഴ്സണ എല്ലാ സിനിമാക്കാരും ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരല്ലല്ലോ, അല്ല ലഹരിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ല. അല്ലെ, ഇപ്പോൾ അടുത്ത ദിവസം ഒരു സിനിമ മേഖലയിലുള്ള ആൾക്കാരായിട്ട് ഒരു ഡി അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു സൗഹൃദ ഫുട്ബോൾ മത്സരം വരെ നടക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പം എല്ലാ സിനിമാക്കാരും ഇതിൻ്റെ വക്താക്കളല്ല. അതിൽ കുറച്ച് ആൾക്കാർ ഇതിനു വേണ്ടി അവരുടെ സമയവും എല്ലാം ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ എല്ലാവരും നമുക്കങ്ങനെ പറയാൻ പറ്റും. അതുകൊണ്ട് ഇൻഫർമേഷൻസ് കിട്ടുവാണെങ്കിൽ നമ്മളെല്ലാം എല്ലായിടത്തും പരിശോധിക്കും. അത് ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. കാരണം വെച്ചാൽ കിട്ടുന്ന ഇൻഫർമേഷന് വളരെ നോക്കും, വളരെ നല്ല രീതിയിൽ നോക്കിയിട്ട് അത് കറക്റ്റാണ് എന്ന് ബോധ്യം വന്നാൽ നമ്മൾ ചെയ്യുന്നത്. ലൊക്കേഷൻ പരിശോധിച്ചാൽ ഞങ്ങൾക്കൊരു വെല്ലുവിളിയില്ല. ഞങ്ങൾക്ക് NDPS ഇല്ല ആ ഒരു സംഘടന നമുക്ക് എതിർപ്പ്. ഇവരൊക്കെ നമുക്ക് സപ്പോർട്ടാണ്. ആക്ച്വലി സിനിമാ സംഘടനകളൊക്കെ ആക്ച്വലി സപ്പോർട്ട് തന്നെയാണ്. കാരണം ഒരു വെല്ലുവിളിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതെ, അല്ല അതൊരു ഞാൻ പറഞ്ഞല്ലോ, NDPS ആക്ട് പ്രകാരം ഇത് ഉപയോഗിക്കാനായിട്ടൊരു ഇടം കൊടുക്കുക എന്ന് തന്നെ ഒരു ഒഫൻസ് ആണല്ലോ. അപ്പോൾ നമ്മൾ അയാളെ നോട്ടീസ് അയച്ച് വിളിച്ച് വരുത്തിയതിന് ശേഷം നമ്മൾ നടപടി ചെയ്യും. അത് അയാൾ നമ്മൾ ചോദ്യം ചെയ്താലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. കാരണത്തിൽ ഒരു ഡിസ്കഷന് വേണ്ടി ചിലപ്പോൾ റൂം കൊടുത്തതാണോ അങ്ങനെയൊന്നും നമുക്കറിയില്ലല്ലോ. അവർ സ്ഥിരമായിട്ട് കൂടുന്നതാണെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഏതാ മുന്നേ വശം നടത്തിയിട്ടുണ്ട്. അങ്ങനെയില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്നലെ രാത്രി കയറിയത്. അപ്പോൾ അത് സ്ഥിരമായിട്ട് നമ്മൾ കയറുന്നൊരു ഇതല്ല. 2 തവണ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. അപ്പോൾ ഇപ്പോൾ എവിടെയാണെങ്കിലും നമുക്ക് റിപ്പീറ്റഡ് വീണ്ടും ഇൻഫർമേഷൻ നമ്മൾ വീണ്ടും പോയി ചെക്ക് ചെയ്യും. വലിക്കുന്നുള്ള ബോംബ് അവരവിടെ കൃത്യമായി അല്ല, അതുകൊണ്ടാണ് നമ്മൾ കേസെടുക്കാൻ പറ്റിയത്. കാരണം വെച്ചാൽ അവിടെ നിന്ന് ഒരു ഹൈബ്രിഡ് കഞ്ചാവും കിട്ടി, ബോങ്ങും പിന്നെ അത് ക്രഷ് ചെയ്യുന്ന മെഷീൻ വരെയും കിട്ടിയല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് NDPS കേസ് എടുക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ഒരു തൊണ്ടിയോടുകൂടി നമുക്ക് പിടിക്കാനായിട്ട് സാധിച്ചല്ലോ. ഇനി ഫർദറായിട്ട് ഇനി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം ബോങ് എവിടെ നിന്ന് വാങ്ങിച്ചു, ആ ബോങ് എവിടെ നിന്നാണ് ഇത് സപ്ലൈ ചെയ്യുന്നത്, അതൊക്കെ ഞങ്ങളുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരും. അത് സീസ് ചെയ്യപ്പെടും. ഇനി അത് എവിടെ നിന്നാണ്, ഏത് കടകളിൽ നിന്നാണ് വിൽക്കുന്നത്, അതൊക്കെ നമ്മൾ സീസ് ചെയ്യപ്പെടും. ഓക്കെ അല്ലേ? താങ്ക് യു. കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി 2 സംവിധായകർ പിടിയിലായ സംഭവത്തിലെ എക്സൈസ് ബ്രീഫിംഗ് ആണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. സംവിധായകരെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയ കേസിൽ ഫ്ളാറ്റ് ഉടമ സമീർ താഹിറിനെ ചോദ്യം ചെയ്യുമെന്ന് പറയുന്നു. തെളിവ് ലഭിക്കുകയാണെങ്കിൽ പ്രതി ചേർക്കും.
സമീറിന്റെ അറിവോടെയാണോ ലഹരി ഉപയോഗിച്ചത് എന്നതടക്കം കാര്യങ്ങൾ പരിശോധിക്കാൻ എക്സൈസ് തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹം ഉദ്യോഗസ്ഥൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സിനിമാക്കാർ 1-2 പേര് പിടിയിലാകുന്നു എന്നതിനർത്ഥം സിനിമാക്കാരെല്ലാം ലഹരി ഉപയോഗിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ ഈ അത്തരത്തിലൊരു ചിന്ത പൊതുസമൂഹത്തിന് വേണ്ട എന്നുകൂടി ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി 2 സംവിധായകരെ പിടികൂടിയത്. ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയുമാണ് മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ നിന്നും പിടികൂടിയത്. എക്സൈസ് ബ്രീഫിംഗ് ആണ് നമ്മൾ കണ്ടത്.